സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവർ മാത്രമേ ചരിത്രത്തിൽ ജീവിക്കുകയുള്ളൂ. സ്വന്തം കൽപ്പനകൾക്ക് ചിറകു ധരിപ്പിച്ച് ആകാശ വീഥികളെ കീഴടക്കിയ അസാധാരണമായ പെൺകരുത്ത് കൽപ്പന ചൗള. അവരുടെ ജീവിതം മുഹൂർത്തങ്ങളിലൂടെ ഒരൽപ്പനേരം നമുക്ക് സഞ്ചരിക്കാം. 1961 ജൂലൈ 1 ഹരിയാനയിലെ ഒരു കൊച്ചു ഗ്രാമം കാർമൽ. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ബനാറസിലാൽ ചൗളയ്ക്കും സാനിയ ഉപരിക്കും ഒരു പെൺകുഞ്ഞു പിറന്നു. 2 പെൺകുഞ്ഞുങ്ങൾക്കും ഒരു ആൺകുഞ്ഞിനും ശേഷമുണ്ടായ 4ാമത്തെ കുട്ടി. ഒരു ആൺകുഞ്ഞിനെ കൂടി പ്രതീക്ഷിച്ചിരുന്ന ആ കുടുംബം അല്പം നിരാശരായെങ്കിലും അവർ ആ കുഞ്ഞിനെ സന്തോഷപൂർവ്വം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ആ കുഞ്ഞിന് മനോഹരമായൊരു പേരിട്ടു, കൽപ്പന. കൽപ്പന അമ്പിളി മമ്മനെ കാണാൻ വാശി പിടിച്ച് കരഞ്ഞിരുന്ന കാലം. നമുക്ക് അവളെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണം. ബനാറസിലാൽ ചൗള തൻ്റെ കുഞ്ഞു മകളെ ഓർത്ത് അഭിമാനിച്ചു. എന്നാൽ കൽപ്പനയുടെ കണ്ണ് അങ്ങ് ആകാശത്തേക്ക് തന്നെയാണ്. അമ്പിളി മാമനെ അവൾ മോഹിച്ചു. അവളോടൊപ്പം ആ മോഹങ്ങളും വളർന്നു വന്നു. കൽപ്പന സാധു ബാലനികേതനയിൽ വിദ്യാർത്ഥിനിയായി. സൗരയുദ്ധത്തെയും ബഹിരാകാശത്തെയും കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ അവൾ പ്രത്യേകം ഉത്സാഹം കാണിച്ചു. കൂട്ടുകാർ മരങ്ങളുടെയും പൂക്കളുടെയും ചിത്രങ്ങൾ വരച്ചപ്പോൾ കൊച്ചു കൽപ്പന വിമാനങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചിത്രങ്ങൾ വരച്ചു. വിമാനങ്ങളോടുള്ള ആരാധന അവളെ പറക്കാൻ മോഹിപ്പിച്ചു. 1969 ജൂലൈ 21 കൽപ്പനയ്ക്ക് അന്ന് കേവലം 8 വയസ്സ് മാത്രം പ്രായം. അന്നാണല്ലോ ചന്ദ്രനെ ആദ്യം കണ്ടു. ലോകം ആ മനുഷ്യ വിജയം കണ്ട് ആഹ്ലാദം കൊണ്ട നിമിഷം. ചന്ദ്രനിൽ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ് വിളിച്ചു പറഞ്ഞു, മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിയുടെ കുതിച്ചുചാട്ടം. ലോകം ആഹ്ലാദത്തിൽ ആറാടി. വിദ്യാലയങ്ങൾ വിജയാരവങ്ങളിൽ അമർന്നു. എന്നാൽ കൊച്ചു കൽപ്പന വിമാനങ്ങളുടെ മാതൃകയുണ്ടാക്കിയാണ് ആ വിജയം ആഘോഷിച്ചത്. എനിക്കും പറക്കണം. ആ 8 വയസ്സുകാരുടെ വർത്തമാനം കേട്ട് സഹപാഠികൾ പൊട്ടിച്ചിരിച്ചു. എന്നാൽ ആ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അസാധാരണങ്ങളായിരുന്നു. പറക്കണം പറക്കണം പറന്നു പോകണം, ദൂരെ ദൂരെ വർഷങ്ങൾ കടന്നുപോയി. കൽപ്പന ഹൈസ്കൂൾ ക്ലാസ്സിലെത്തി. പാഠപുസ്തകങ്ങൾ ബഹിരാകാശത്തെയും നക്ഷത്രങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ശാസ്ത്രം അവളുടെ ഇഷ്ടവിഷയമായി മാറി. ഞാനും ഒരിക്കൽ ബഹിരാകാശത്തേക്ക് പോകും. കേട്ടില്ലേ, ഇവള് ബഹിരാകാശത്ത് പോകൂലേ? ഒന്ന് പോടെ, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. താൻ ഒരു പൊട്ടി പെണ്ണ് തന്നെ. ആൺകുട്ടികൾ അവളെ കളിയാക്കിയപ്പോൾ കൽപ്പനയുടെ കണ്ണുകൾ തിളങ്ങി. സ്വരം ദൃഢമായി. ഞാൻ പോകും, പോയിരിക്കും, ഉറപ്പ്, അവൾ പറഞ്ഞു. അത് കേട്ട് കൂട്ടുകാർ അമ്പരന്നു. അവളിലെ സങ്കല്പങ്ങളെ തൊട്ടറിഞ്ഞ നിർമ്മല നമ്പൂതിരിപ്പാട് എന്ന അധ്യാപിക ശാസ്ത്രലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള അറിവുകൾ അവൾക്ക് പകർന്നു നൽകി. വായന അവളൊരു വിനോദമാക്കി മാറ്റി. മിടുക്കിയായി പഠിച്ചു. കാലം ചിറകുള്ള പക്ഷിയെ പോലെ കാതങ്ങൾ താണ്ടി പറന്നു. കൽപ്പന 12ാം ക്ലാസ് ജയിച്ചു. ഉന്നതമായ വിജയം. അവളിന്ന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയായ പെൺകുട്ടിയാണ്. എനിക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. മകളുടെ ആഗ്രഹം കേട്ട ആ പിതാവ് ഒരു നിമിഷം അമ്പരന്നു. മോളെ, നീ ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ അവൾ തൻ്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു. അവസാനം അച്ഛനമ്മമാർ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിച്ചു. അമ്മയോടൊപ്പം അവൾ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. അവിടെ അധ്യാപകർ അവളെ നിരുത്സാഹപ്പെടുത്തി. കുട്ടി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗോ? പെൺകുട്ടികൾക്ക് പറ്റിയ എത്ര വിഭാഗങ്ങളുണ്ട്. കുട്ടി അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ. ഇല്ല സർ, ഇത് തന്നെയാണ് എൻ്റെ ജീവിതാഭിലാഷം, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന പെൺകുട്ടിയുടെ മറുപടി കേട്ട് അധ്യാപകർ ആശ്ചര്യാഭരിതരായി. ശരി, കുട്ടിയുടെ ആഗ്രഹം സഫലമായി തീരട്ടെ. അങ്ങനെ ആ കോളേജിൽ നിന്നും ആദ്യത്തെ വനിതാ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി കൽപ്പന പുറത്തു വന്നു. പിന്നീട് ഉപരിപഠനമായിരുന്നു അവളുടെ ലക്ഷ്യം, അതും അമേരിക്കയിൽ. മോളെ,
അത് വേണം. അവിടെയും അച്ഛനമ്മമാർ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. വേണം, അച്ഛനും മമ്മിയും മറുത്തൊന്നും പറയരുത്, എനിക്ക് പോയേ തീരൂ. മകളുടെ അടങ്ങാത്ത ആഗ്രഹത്തിന് മുമ്പിൽ ആ അച്ഛനമ്മമാർ കീഴടങ്ങി. കൽപ്പന അമേരിക്കയിലേക്ക് പറന്നു. അവിടെ വെച്ച് വിമാനം പറത്താനുള്ള അസാമാന്യമായ പാഠവും അവൾ നേടിയെടുത്തു, ഒപ്പം പഠനവും. ഇതിനിടയിൽ അവളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു. സഹപ്രവർത്തകനായ ജീൻ പിയറി ഹാരിസൺ. പ്രകാരം അവർ വിവാഹിതരായി. പിന്നീട് അവളുടെ ഓരോ വളർച്ചയ്ക്കും അദ്ദേഹം താങ്ങും തണലുമാണ്. അമേരിക്കയിൽ വെച്ച് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടി. അവളുടെ കഴിവുകൾക്കുള്ള അംഗീകാരമായി അവൾക്ക് അറിയിപ്പ് കിട്ടി. അത് വായിച്ചവൾ സന്തോഷവും അത്ഭുതവും കൊണ്ട് വീർപ്പുമുട്ടി. നാസ റിസർച്ച് സെന്ററിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവൾക്ക് സന്തോഷം അടക്കാനായില്ല. സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ കൽപ്പന മറ്റൊന്നും നോക്കുകയില്ല. വിജയമുള്ളൂ, ആ സ്വപ്നമേ യാഥാർത്ഥ്യമാകൂ. ഒടുവിൽ ആ സുവർണ മുഹൂർത്തം 1999 ബഹിരാകാശ യാത്രയിലേക്ക് കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടു. സന്തോഷം കൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു. അതെ, കുഞ്ഞുനാളിലേക്കുള്ള തന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. ഹേ കൽപ്പന, അതിന് തനിക്ക് പറ്റിയ വസ്ത്രങ്ങൾ ഇവിടെ ഇല്ലല്ലോ. സഹപ്രവർത്തകർ കളിയാക്കി. എന്നാൽ വെറും 5 അടി മാത്രം പൊക്കമുള്ള കൽപ്പനയ്ക്ക് വേണ്ടി നാസ പ്രത്യേകം വസ്ത്രങ്ങൾ തയ്യാറാക്കി. അതാ നാസ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്ര STS എന്ന ബഹിരാകാശ പേടകം വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്നു. റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞന്മാർ അവസാനത്തെ നിരീക്ഷണവും പൂർത്തിയാക്കി തൃപ്തരായി. 10, 9, 8, 7 കൗണ്ട് ഡൗൺ ആരംഭിച്ചു. കൽപ്പനയും സഹപ്രവർത്തകരെയും വഹിച്ചുകൊണ്ട് ആ ബഹിരാകാശ പേടകം ആകാശ വീഥികളിലേക്ക് കുതിച്ചുയർന്നു. മേഘങ്ങൾ നക്ഷത്രത്തിൽ തെളിയിച്ച് അവളെ സ്വാഗതം ചെയ്തു. പെണ്ണിനീതൊന്നും പറ്റില്ലെന്ന് ചെന്നവർ പക്ഷേ ഏതൊരു യാത്രയിലും സംഭവിച്ചേക്കാവുന്ന ചില സാങ്കേതിക തകരാറുകൾ അവിടെയും സംഭവിച്ചു. പേടകത്തിന് എന്തോ ചില തകരാറുകൾ പോലെ. ഒക്കെ ഇവളൊത്തി കാരണമാ. അവിടെയും അസൂയാലുക്കൾ കൽപ്പനയെ കുറ്റപ്പെടുത്തി. ഒരു സ്ത്രീയെ അംഗീകരിക്കാനുള്ള മടി. എന്നാൽ ആ പേടകത്തിന്റെ എല്ലാ സാങ്കേതിക തകരാറുകളും പരിഹരിച്ച് ആ ബഹിരാകാശ പേടകം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. നാസ അഭിനന്ദനങ്ങൾ കൊണ്ട് അവളെ വീർപ്പുമുട്ടിച്ചു. അസാധാരണ വ്യക്തിത്വഭാവമുള്ള പെൺകുട്ടി കൽപ്പന ചൗള. കുട്ടി, നിന്നെയോർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. കൽപ്പനയുടെ കഴിവുകൾക്കുള്ള അംഗീകാരമായി 2003 ബഹിരാകാശ യാത്രയിലേക്ക് കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടു. ബഹിരാകാശത്ത് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെക്കുറിച്ച് ഗവേഷണം നടത്തുക, അതായിരുന്നു ആ യാത്രയുടെ ഉദ്ദേശം. STS-107 എന്ന ബഹിരാകാശ പേടകത്തിൽ കൽപ്പന യാത്ര തിരിച്ചു. മേഘപാളികളെ കീറി മുറിച്ചുകൊണ്ട് ആ പേടകം ചരിത്രത്തിലേക്ക് കുതിച്ചുയർന്നു. ഹേ കൽപ്പന, ഇതാ തന്റെ ഇന്ത്യ. അവൾ താഴോട്ട് നോക്കി. അതെ, എന്റെ ഇന്ത്യ, എന്നെ ഞാനാക്കിയ ഇന്ത്യ, സത്യവും സമത്വവും അഹിംസയും ലോകത്തിന് കാട്ടിക്കൊടുത്ത എന്റെ ഇന്ത്യ. അവളുടെ ഓരോ വാക്കിലും രാജ്യസ്നേഹം അലയടിച്ചു. എന്നെ ചേർത്ത് പിടിച്ച ബന്ധുക്കൾ, എന്നിലേക്ക് ആകാശ വിസ്മയങ്ങൾ നിറച്ചു തന്ന അധ്യാപകർ, സഹപാഠികൾ, എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വിനീതയായി ഞാൻ നമിക്കുന്നു. കൽപ്പനയും സംഘവും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി. ഒടുവിൽ ആകാശത്തിന്റെ ഉള്ളറകളെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള മടക്കയാത്ര. കൽപ്പന സന്തോഷത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തി. അവളുടെ മനസ്സ് മരിച്ചു. ലോകം ചെവിയോർത്തിരുന്നു ആകാശ വിസ്മയങ്ങൾ അറിയാൻ. അതെ, 2003 ഫെബ്രുവരി 1 ആ ബഹിരാകാശ പേടകം STS-107 അതിന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി കേവലം 16 മിനിറ്റ് മാത്രം. വളരെ ചുരുങ്ങിയ സമയം.
മുകളിൽ എവിടെ ഒരു അനക്കം, അസാധാരണങ്ങളായ ചില ശബ്ദങ്ങൾ, അത് കൂടി കൂടി വരുന്നു. കൽപ്പന തിരിച്ചറിഞ്ഞു. ഇല്ല ഇല്ല, എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എനിക്കാവില്ല. മരണമിതാ എന്നെ പിഴുതെടുക്കാൻ പോകുന്നു. എന്നാൽ സമചിത്തത കൈവിടാതെ ആ പെൺകരുത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിതാ നക്ഷത്രങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഒരു സ്ഫോടനം, ഉഗ്രമായ സ്ഫോടനം. ആ ബഹിരാകാശ പേടകം ഒരഗ്നിഗോളമായി താഴോട്ട്. ലോകം ഞെട്ടിത്തെറിച്ചു. അതെ, ആകാശത്തെ പ്രണയിച്ച ആത്മവിശ്വാസത്തിന്റെ വൻമതിലിനെ ആ അഞ്ചടിക്കാരിയെ നക്ഷത്രങ്ങൾക്ക് വേണമായിരുന്നു. അവരവളെ എളുപ്പത്തിൽ സ്വന്തമായി. അത് കൽപ്പന ചൗള തന്നെ. അതെ, അവൾ തന്നെയാണ് ഭാരതത്തിന്റെ മൂല്യമുയർത്തിയ പെൺകരുത്ത്, കൽപ്പന ചൗള. വിധി മരണം കൊണ്ട് അവളെ തോൽപ്പിച്ചിരിക്കാം. എന്നാൽ ചരിത്രത്തിൽ കൽപ്പന ചൗള ആകാശത്തോളം ഉയരത്തിൽ ജീവിക്കുകയാണ്, പെൺകരുത്തിന്റെ പ്രതീകമായി. ഭാരതം ചാന്ദ്രപഥങ്ങളിൽ നിലയുറപ്പിച്ച് ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്ന കാലം. പ്രിയമുള്ളവരെ, സ്വപ്നങ്ങൾ കാണുന്നവർ അത് യാഥാർത്ഥ്യമാക്കുന്നു. നന്ദി, നമസ്കാരം.